Hi all, welcome to Entry Cooperative Banking YouTube channel. I am Anjita. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ആൻഡ് താഴെ കാണുന്ന ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. അപ്പോൾ നമ്മുടെ കോപ്പറേറ്റീവ് മേഖലയിൽ വരുന്ന എക്സാംസിനെ പറ്റി നമ്മൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് വേഗം തന്നെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ക്ലാസ് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിനെ പറ്റിയാണ്. ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എക്സാംസിൽ വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ ഇരുന്ന് പഠിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. നമ്മുടെ എക്സാം അടുത്തെത്താറായി, സെപ്റ്റംബറിലാണ് എക്സാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വേർ ഈസ് ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് BRBNMPL? എവിടെയായിരിക്കും? അപ്പോൾ BRBNMPLൻ്റെ ഫുൾ ഫോം എന്താണ്? ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൺ പ്രൈവറ്റ് ലിമിറ്റഡ് അല്ലേ? അപ്പോൾ ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൺ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ഓപ്ഷൻ എ കൽക്കത്ത, ഓപ്ഷൻ ബി മുംബൈ, ഓപ്ഷൻ സി ന്യൂഡൽഹി, ഓപ്ഷൻ ഡി ബംഗളൂരു. എവിടെയായിരിക്കും വരിക ഹെഡ് ക്വാർട്ടേഴ്സ്? ഓക്കെ, എവിടെയാണ് വരിക? ഈ BRBNMPLൻ്റെ ഫുൾ ഫോമും ചോദിക്കാം കേട്ടോ. ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൺ പ്രൈവറ്റ് ലിമിറ്റഡ്. അപ്പോൾ അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ് വരിക എന്നാണ് ചോദ്യം. ഈ ഒരു ഓർഗനൈസേഷൻ്റെ പ്രത്യേകത എന്താണ്? നമുക്കറിയാം, റിസർവ് ബാങ്കിൻ്റെ ഫുള്ളി ഓൺ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ് റിസർവ് ബാങ്ക്. ഫുള്ളി ഓൺ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ്, ഫുള്ളി ഓൺ സബ്സിഡറി ആണ്. ഓക്കെ, റിസർവ് ബാങ്കിൻ്റെ ഒരു സബ്സിഡറി ആയിട്ട് വരും BRBNMPL, അതായത് ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൺ പ്രൈവറ്റ് ലിമിറ്റഡ്. അപ്പോൾ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ് വരിക? ബാംഗ്ലൂരിലാണ് ഹെഡ് ഓഫീസ് വരിക. കൽക്കത്തയിലും മുംബൈയിലും ഒന്നല്ല കേട്ടോ. ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൺ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഹെഡ് ഓഫീസ് വരിക എവിടെയാണ്? ബാംഗ്ലൂരിലാണ്. ഓക്കെ, അതുപോലെ ഈ ഒരു ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൺ പ്രൈവറ്റ് ലിമിറ്റഡ് എസ്റ്റാബ്ലിഷ് ചെയ്തത് ഏത് വർഷമാണ്? 1995, 1995. 1995 എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടത്. അതും കൂടി നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റുപ്പി സിമ്പിൾ ഈസ് ഗിവൺ ബൈ? റുപ്പി സിമ്പിൾ ആരാണ് തന്നത്? അതായത് റുപ്പീൻ്റെ സിമ്പിൾ നമുക്കറിയാം അല്ലേ, ദേവനാഗരി ലിപി എന്നാണ് വന്നത്. ഓക്കെ, അപ്പോൾ റുപ്പി സിമ്പിൾ ആരാണ് കൊണ്ടുവന്നത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ രംഗരാജൻ, ഓപ്ഷൻ ബി D ഉദയകുമാർ, ഓപ്ഷൻ സി കാർവേ, ഓപ്ഷൻ ഡി G ഉദയകുമാർ. ഏതാണ് ആൻസർ വരിക? ഇവിടെ ഏതായിരിക്കും ആൻസർ വരിക? റുപ്പി സിമ്പിൾ ആരാണ്? ഓപ്ഷൻ ബി D ഉദയകുമാർ ആട്ടോ ആൻസർ. D ഉദയകുമാറാണ് റുപ്പിക്ക് സിമ്പിൾ കൊണ്ടുവന്നത് അല്ലേ? എന്നാണ് കൊണ്ടുവന്നത്? 2010 തൊട്ടാണ്. ഓക്കെ, 2010 വന്നത്. 2010 D ഉദയകുമാറാണ് എന്താ റുപ്പിക്ക് ആ സിമ്പിൾ കൊണ്ടുവന്നത്. ദേവനാഗരി ലിപി എന്നാണ് ആ സിമ്പിൾ വന്നത്. ഓക്കെ, അത് നോട്ട് ചെയ്ത് വെക്കണേ. റുപ്പി സിമ്പിൾ ഈസ് ഗിവൺ ബൈ D ഉദയകുമാർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിനിമയ ഈസ് ദ പബ്ലിക്കേഷൻ ഓഫ്? വിനിമയ ഏത് ഓർഗനൈസേഷൻ്റെ പബ്ലിക്കേഷനാ? ഓപ്ഷൻ എ റെബിറ്റ്, ഓപ്ഷൻ ബി NIBM, ഓപ്ഷൻ സി ബേർഡ്, ഓപ്ഷൻ ഡി വാംനിക്കോം. അപ്പോൾ ഇതിൻ്റെ ഏതിൻ്റെ പബ്ലിക്കേഷനാ വിനിമയ? ഏതിൻ്റെ ആയിരിക്കും വിനിമയ പബ്ലിക്കേഷനായിട്ട് വരിക? ഏതിൻ്റെയാ? ഓപ്ഷൻ ബി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്ക് മാനേജ്മെൻറ്റ്. ഓക്കെ, വിനിമയ NIBMൻ്റെ പബ്ലിക്കേഷനാണ്. NIBMൻ്റെ ഹെഡ് ഓഫീസ് എവിടെയാണ്? പൂനെയിലാണ് ഹെഡ് ഓഫീസ് വരിക. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്ക് മാനേജ്മെൻറ്റിൻ്റെ ഹെഡ് ഓഫീസ് പൂനെയിലാണ് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ വിനിമയാണ് പബ്ലിക്കേഷൻ. ഇതുപോലെ ഒരു ഓർഗനൈസേഷൻ്റെയും പബ്ലിക്കേഷൻസ് നോക്കി വെക്കണേ. വീക്ക്ലിയും മന്ത്ലിയും ഇയർലിയും പബ്ലിക്കേഷൻസ് ഉണ്ടാവും, അത് നോട്ട് ചെയ്ത് വയ്ക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർത്ത് വൺ, ടോട്ടൽ നമ്പർ ഓഫ് സ്കെഡ്യൂൾസ് ഇൻ BR Act 1949. BR Act, ബാങ്ക് റെഗുലേഷൻ ആക്ടിലെ ടോട്ടൽ സ്കെഡ്യൂൾസിൻ്റെ നമ്പറാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഓപ്ഷൻ എ 3, ഓപ്ഷൻ ബി 5, ഓപ്ഷൻ സി 14, ഓപ്ഷൻ ഡി 28. സെക്ഷൻ അല്ല, സെക്ഷനും സ്കെഡ്യൂളും മാറിപ്പോകരുത്. അപ്പോൾ സ്കെഡ്യൂൾ BR Actൽ എത്ര സ്കെഡ്യൂൾ ഉണ്ട്? ഏതായിരിക്കും ആൻസർ വരിക? ഇവിടെ ആൻസർ വരിക 5. 5 സ്കെഡ്യൂളാണ് ഇവിടെയുള്ളത്. BR Act 1949 5 സ്കെഡ്യൂളാണ് ഉള്ളത് കേട്ടോ. നോട്ട് ചെയ്ത് വെക്കണേ, 5 സ്കെഡ്യൂളാണ് ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പാൻഡ് സ്വിഫ്റ്റ് ആ വേർഡിനെ എക്സ്പാൻഡ് ചെയ്യാനാണ്. ഓപ്ഷൻ എ സൊസൈറ്റി ഫോർ വേൾഡ് വൈഡ് ഇന്റർ ഫണ്ട് ട്രാൻസ്ഫർ, ഓപ്ഷൻ ബി സൊസൈറ്റി ഫോർ വേൾഡ് വൈഡ് ഇന്റർ ബാങ്ക് ഫിനാൻഷ്യൽ ട്രാൻസ്ഫർ, ഓപ്ഷൻ സി സൊസൈറ്റി ഫോർ വേൾഡ് വൈഡ് ഇന്റർ ബാങ്ക് ഫിനാൻഷ്യൽ ടെലികമ്മ്യൂണിക്കേഷൻ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. അപ്പോൾ ഇതിൽ ഏതായിരിക്കും വരിക? സ്വിഫ്റ്റ് നമുക്കറിയാം, അതായത് വേൾഡിൽ ഫുള്ളായിട്ടുള്ള എന്താണ് ബാങ്കിങ് ട്രാൻസ്ഫേഴ്സിനെ പറ്റിയൊക്കെ ഉള്ള ഇൻഫർമേഷൻ കിട്ടാനും ചെയ്യാനും വേണ്ടിയാണ് സ്വിഫ്റ്റ് വന്നത്, ആ ഒരു ഓർഗനൈസേഷൻ വന്നത്. 1973 വന്നത്. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും സ്വിഫ്റ്റിൻ്റെ ഫുൾ ഫോം? ഇവിടെ ഓപ്ഷൻ സി ആണ് ആൻസർ. സൊസൈറ്റി ഫോർ വേൾഡ് വൈഡ് ഇന്റർ ബാങ്ക് ഫിനാൻഷ്യൽ ടെലികമ്മ്യൂണിക്കേഷൻ ആണ്. ട്രാൻസ്ഫർ അല്ല കേട്ടോ, ചില കുട്ടികൾക്ക് ടി കാണുമ്പോൾ ട്രാൻസ്ഫറിലോട്ട് പോകും. ടെലികമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പോൾ ചിലപ്പോൾ ഈ സ്വിഫ്റ്റ് എന്ന് പറഞ്ഞ ആ വേർഡിലെ T എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്നും പറഞ്ഞ് ചോദ്യം വരാം. അപ്പോൾ ഏതാണ് ആൻസർ വരിക? ടെലികമ്മ്യൂണിക്കേഷൻ.
സൊസൈറ്റി ഫോർ വേൾഡ് വൈഡ് ഇന്റർ ബാങ്ക് ഫിനാൻഷ്യൽ ടെലികമ്മ്യൂണിക്കേഷൻ എന്നാണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, sixth one, if any person disposes the property in respect of which the society have a first charge as per section 35, then penalty will be. അതായത് സെക്ഷൻ 35 അനുസരിച്ച് എന്താ, ഒരു പ്രോപ്പർട്ടിയിൽ സൊസൈറ്റിക്ക് ഫസ്റ്റ് ചാർജ് ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടി എന്ത് ചെയ്തു, ആ ഒരു ആൾ എന്ത് ചെയ്തു, ഡിസ്പോസ് ചെയ്തു. അത് ശരിക്കും ചെയ്യാമോ? ഇല്ല, ഒരു ഒഫൻസ് ആണ്. അപ്പോൾ അതിൻ്റെ പെനൽറ്റി എത്ര വരും, പെനൽറ്റി എത്രയായിരിക്കും എന്നാണ് ചോദ്യം. ഓക്കെ, ഓപ്ഷൻ എ, ഫൈൻ വിച്ച് മേ എക്സ്റ്റെൻഡ് അപ് ടു 2000, അതായത് 2000 വരെ വരുന്ന ഫൈൻ. ഓപ്ഷൻ ബി, ഫൈൻ വിച്ച് മേ എക്സ്റ്റെൻഡ് അപ് ടു 5000 വരെ വരുന്ന ഫൈൻ. ഓപ്ഷൻ സി, ഫൈൻ 10000 വരെ. ഓപ്ഷൻ ഡി, നൺ ഓഫ് ദിസ്. ഏതായിരിക്കും ആൻസർ വരിക അവിടെ? ഓക്കെ, അമെൻമെന്റ് അനുസരിച്ച് ഏതാ ആൻസർ? ഓപ്ഷൻ ബി ആണ് ആൻസർ. 5000 രൂപയാണ് ഫൈൻ വരിക. അതായത് സെക്ഷൻ 35 അനുസരിച്ച് സൊസൈറ്റിക്ക് ഫസ്റ്റ് ചാർജ് ഉള്ള ഒരു പ്രോപ്പർട്ടി എന്നാണ് ഒരാൾ ഡിസ്പോസ് ചെയ്ത അവിടെ ഫൈൻ എത്രയാണ് വരിക? 5000 രൂപയാണ്. നേരത്തെ പണ്ട് 2000 ആയിരുന്നു മെയിൻ. അത് അമെൻമെന്റ് വന്നപ്പോൾ എന്തായി? 5000 ആയി മാറി കേട്ടോ. ഓക്കെ, അപ്പോൾ 5000 രൂപയാണ് ഫൈൻ. അതുപോലെ തന്നെ ഈ ഒരു കേസിൽ മാത്രമല്ല, പിന്നെ എങ്ങനെയാണ് ഇപ്പോൾ കോപ്പറേറ്റീവ് ആ വേർഡ് എന്താണ്? കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് മാത്രമാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. വേറെ ഏതെങ്കിലും ബിസിനസ് എൻറ്റിറ്റി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? അത് ഗവൺമെൻറ് അലൗ ചെയ്യാതെ, ഗവൺമെൻറ്റിൻ്റെ പെർമിഷൻ കിട്ടാതെ, ഗവൺമെൻറ് സാങ്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ വേർഡ് യൂസ് ചെയ്യാം. ഗവൺമെൻറ്റിൻ്റെ സാങ്ഷൻ കിട്ടാതെ ആ ഒരു വേർഡ് വേറെ ഏതെങ്കിലും ബിസിനസ് എൻറ്റിറ്റിയിൽ യൂസ് ചെയ്താൽ അതൊരു ഒഫൻസാണ്. അവിടെയും എത്ര രൂപ തന്നെയാണ് ഫൈൻ? പണ്ട് 2000 ആയിരുന്നു, ഇപ്പം എത്രയായി? 5000 രൂപയാണ് ഫൈൻ. നോട്ട് ചെയ്ത് വയ്ക്കാം കേട്ടോ. അപ്പോൾ ഒരു സൊസൈറ്റിക്ക് ഫസ്റ്റ് ചാർജ് ഉള്ള ഒരു പ്രോപ്പർട്ടി ഡിസ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഫൈൻ എത്രയാണ്? ₹5000 ആണ് പെനൽറ്റി ആയിട്ട് വരിക. അപ്പോൾ 6th ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. പണ്ട് 2000 ആയിരുന്നു. ഓക്കെ, നേരത്തെ 2000 ആയിരുന്നു, ഇപ്പോൾ അത് 5000 ആയി. അതും കൂടി നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഈ അമെൻമെൻറ്റ് വന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ട് നോക്കണം. നമ്മുടെ ക്ലാസ്സിലെ വിഷ്ണു സാറിൻ്റെ ക്ലാസ്സിൽ അമെൻമെൻറ്റിലെ ഫുൾ ഡീറ്റെയിൽസ് വെച്ച് നിങ്ങൾക്ക് നല്ല ക്ലാസ് എടുത്തു തന്നിട്ടുണ്ട്. അപ്പോൾ അത് കേൾക്കാത്തവരുണ്ടെങ്കിൽ വേഗം തന്നെ ആ ക്ലാസ് പോയി കേൾക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ലിക്വിഡേറ്റർ ഷാൽ കംപ്ലീറ്റ് ദ വിൻഡിങ് അപ്പ് പ്രൊസീഡിങ് വിത്തിൻ എ പീരീഡ് ഓഫ്. ഈ വൈൻഡിങ് അപ്പ് പ്രൊസീഡിങ്സ് എത്ര ദിവസം കൊണ്ടാണ്, എത്ര സമയം കൊണ്ടാണ് ലിക്വിഡേറ്റർ കംപ്ലീറ്റ് ചെയ്യേണ്ടത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 2 years, ഓപ്ഷൻ ബി 3 years, ഓപ്ഷൻ സി 5 years, ഓപ്ഷൻ ഡി 6 months. എത്ര ദിവസം കൊണ്ടായിരിക്കും ലിക്വിഡേറ്റർ ഈ ഒരു ലിക്വിഡേഷൻ വൈൻഡിങ് അപ്പ് പ്രൊസീഡിങ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്? ലിക്വിഡേറ്റർ എത്ര പീരീഡ് കൊണ്ടായിരിക്കും? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ ഇവിടെ ആൻസർ ആയിട്ട് വരിക? ഏതായിരിക്കും ആൻസർ ആയിട്ട് വരിക? അമെൻമെന്റ് കഴിഞ്ഞപ്പോൾ അമെൻമെന്റിൽ എന്താണ് വന്നത്? അമെൻമെന്റിൽ ഈ ഒരു പീരീഡിനെ മാറ്റിയിട്ടുണ്ട്. ഏതാണ്? 2 years ആണ്. ദ ലിക്വിഡേറ്റർ ഷാൽ കംപ്ലീറ്റ് ദ വൈൻഡിങ് അപ്പ് പ്രൊസീഡിങ്സ് വിത്തിൻ എ പീരീഡ് ഓഫ് 2 years. ഓക്കെ, 2 years. അതായത് ലിക്വിഡേറ്ററിനെ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡേറ്റ് ഓഫ് അപ്പോയിൻമെന്റ് തൊട്ട് എന്താണ് 2 years കൊണ്ട് എന്താണ് ലിക്വിഡേറ്റർ ഈ ഒരു പ്രൊസീഡിങ്സ് തീർക്കണം. സെക്ഷൻ 72 സബ്സെക്ഷൻ 1 അനുസരിച്ച് ഒരു ലിക്വിഡേറ്ററിനെ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം എന്താണ് 2 വർഷം കൊണ്ട്, തുടർന്നുള്ള 2 വർഷം കൊണ്ട് എന്താണ് ഈ ഒരു വൈൻഡിങ് അപ്പ് പ്രൊസീഡിങ്സ് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ 7th വണ്ണിൻ്റെ ആൻസർ, ദ ലിക്വിഡേറ്റർ ഷാൽ കംപ്ലീറ്റ് ദ വൈൻഡിങ് അപ്പ് പ്രൊസീഡിങ്സ് വിത്തിൻ എ പീരീഡ് ഓഫ് 2 years ആണ് ആൻസർ ആയിട്ട് വന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 8th one, the presiding officer of the arbitration court shall be an officer of and above the rank of. അതായത് ആർബിട്രേഷൻ കോർട്ടിൽ ഒരു പ്രിസൈഡിങ് ഓഫീസർ വന്നാൽ അദ്ദേഹം ഏത് റാങ്കിലായിരിക്കണം, അല്ലെങ്കിൽ ഏത് റാങ്കിന് മുകളിലായിരിക്കണം എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ അസിസ്റ്റന്റ് രജിസ്ട്രാർ, ഓപ്ഷൻ ബി ഹൈക്കോർട്ട് ജഡ്ജ്, ഓപ്ഷൻ സി മുൻസിഫ് മജിസ്ട്രേറ്റ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബവ്. ഏതായിരിക്കും ആൻസർ വരിക? ഇവിടെ ആൻസർ ഏതാണ് വരിക? ഓപ്ഷൻ സി മുൻസിഫ് മജിസ്ട്രേറ്റ് ഓഫ് ജുഡീഷ്യൽ സർവീസ് ആണ്. ഓക്കെ, ദ പ്രിസൈഡിംഗ് ഓഫീസർ ഓഫ് ദ ആർബിട്രേഷൻ കോർട്ട് ഷാൽ ബി ആൻ ഓഫീസർ ഓഫ് ആൻഡ് എബവ് ദ റാങ്ക് ഓഫ്. അത് നോട്ട് ചെയ്യുക, ഓഫ് ആൻഡ് എബവ് ദ റാങ്ക്. ഒന്നെങ്കിൽ ആ റാങ്കിൽ, അല്ലെങ്കിൽ എന്താ അതിൽ മുകളിലുള്ള റാങ്കിലായിട്ട് വരുന്നത്. ഏതാണ്? മുൻസിഫ് മജിസ്ട്രേറ്റ് ഓഫ് ജുഡീഷ്യൽ സർവീസ്. ആ ഒരു റാങ്കിൽ അല്ലെങ്കിൽ അതിൽ മുകളിലായിട്ട് റാങ്കിൽ വരുന്ന ആളായിരിക്കും എന്താ ആർബിട്രേഷൻ കോർട്ടിൽ പ്രിസൈഡിംഗ് ഓഫീസറായിട്ട് വരണ്ടേ കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യനും നോട്ട് ചെയ്ത് വയ്ക്കുക. ലോയിൽ നിന്ന് നമുക്ക് JCAക്ക് കുറേ അധികം ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം കേട്ടോ. ലോയും നന്നായിട്ട് പഠിക്കണം. നമുക്കറിയാം ടോപ്പിക്സ് അനുസരിച്ച് എന്താണ് അതിൻ്റെ മാർക്ക് തന്നിട്ടുണ്ട് അല്ലേ.
കോർപ്പറേഷൻ പഠിക്കണം. കോർപ്പറേഷനിൽ ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ്സിൻ്റെ എക്കണോമിക് ഫോംസ്, പിന്നെ എന്തൊക്കെയാണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് നോക്കണം. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഉറപ്പായിട്ട് നോക്കിയിട്ട് പോണേ, അതിന് ചോദ്യം വരും. അതുപോലെ ഓരോ മാർക്കും ഫോർ എക്സാമ്പിൾ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിന് 5 മാർക്കാണ് തന്നിരിക്കുന്നത്. അതുപോലെ ഓരോന്നിനും ഓരോ വെയിറ്റേജ് തന്നിട്ടുണ്ട്. ആ വെയിറ്റേജ് അനുസരിച്ച് നോക്കിയിട്ട് എന്താ വളരെയധികം വെയിറ്റേജ് ഉള്ള ടോപ്പിക്സ് ആദ്യം തന്നെ പഠിച്ചു വയ്ക്കുക. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് നോക്കണം. ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ്സ്, ഇന്ത്യയിലും കേരളത്തിലും ഉള്ള ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ്സ് നോക്കിയിട്ട് വേണം പോവാൻ. ഓക്കെ, ഇത്രയും മെയിൻ ടോപ്പിക്സ് നിങ്ങൾ നോക്കിയിട്ട് വേണം കേട്ടോ എക്സാമിന് പോകാനായിട്ട്. അതുപോലെ IT ആണെങ്കിലും ഉറപ്പായിട്ടും തന്നെ നോക്കിയിട്ട് പോവാം. 10 മാർക്ക് IT എന്നാണ്, അപ്പോൾ വിട്ടുകളയരുത്. 10 മാർക്ക് എന്ന് വെച്ച് വിട്ടുകളയരുത്. നമുക്കറിയാം എന്താണ് 75 to 80 എബവ് മാർക്ക് മേടിക്കണം. ഓക്കെ, എന്നാൽ കട്ട് ഓഫ് ഉറപ്പായിട്ട് നിങ്ങൾക്ക് കയറാൻ പറ്റും. 80 എബവ് ഒക്കെ മേടിക്കാൻ മാക്സിമം മാർക്ക്, 100-ൽ മാക്സിമം മാർക്ക് മേടിക്കാൻ നോക്കുക. 75 to 80 മിനിമം വേണം. ഓക്കെ, അപ്പോൾ JC എക്സാമിന് 75 to 80 ഒക്കെ വേണമെങ്കിൽ എന്താണ് ഈ IT കളഞ്ഞാൽ നമുക്ക് കിട്ടുമോ? ഇല്ല. അപ്പോൾ IT നമ്മളെന്താ പഠിച്ചിട്ട് തന്നെ പോവുക. ITയുടെ സിലബസ് വെച്ച് പഠിച്ചിട്ട് തന്നെ പോവുക. അതുപോലെ കോപ്പറേറ്റീവ് ഓഡിറ്റ് ആണെങ്കിൽ നന്നായിട്ട് പഠിക്കുക കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോപ്പറേറ്റീവ് ഓഡിറ്റും വിട്ട് കളയരുത്, ITയും കളയരുത്. ഇത് മെയിനായിട്ട് എടുത്ത് പറയാനുള്ള കാര്യം CSEBക്ക് വേണ്ടിയും കൂടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് എന്താ ബാക്കിയുള്ള ടോപ്പിക്സ് ഒക്കെ സെയിം ആണ്. പക്ഷേ ഈ ITയും അതുപോലെ കോപ്പറേറ്റീവ് ഓഡിറ്റും ജൂനിയർ ക്ലർക്കിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് എന്താ ITയും അതുപോലെ കോപ്പറേറ്റീവ് ഓഡിറ്റിങ്ങും ഇല്ല. അപ്പം എന്താണ് ആ ടോപ്പിക്സ് പക്ഷേ നിങ്ങൾ വിട്ട് കളയരുത്, അതും നന്നായിട്ട് തന്നെ പഠിച്ചിട്ട് വേണം പോവാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, WWW വേൾഡ് വൈഡ് വെബ് ഫൗണ്ട് ചെയ്ത ആരാണ്? ഓപ്ഷൻ എ ലതം ഷോൾസ്, ഓപ്ഷൻ ബി ഡൗഗ്ലസ് എംഗൽബർട്ട്, ഓപ്ഷൻ സി ടിം ബേർണേഴ്സ്-ലീ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ആരായിരിക്കും ഈ ഒരു വേൾഡ് വൈഡ് വെബ് ഫൗണ്ട് ചെയ്തിരിക്കുക? ഓപ്ഷൻ സി ടിം ബേർണേഴ്സ്-ലീ ആണ് ആൻസർ ആയിട്ട് വന്നത് കേട്ടോ. ടിം ബേർണേഴ്സ്-ലീ ആണ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. വേൾഡ് വൈഡ് വെബ് ഫൗണ്ട് ചെയ്തത് ടിം ബേർണേഴ്സ്-ലീ ആണ്. അപ്പോൾ കീബോർഡ് ഫൗണ്ട് ചെയ്ത ആരാണെന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ നമ്മുടെ CSEBയുടെ എക്സാം വരാണ്. അപ്പോൾ CSEBയുടെ എക്സാമിന് നല്ലൊരു ടൈം ടേബിൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വേഗം തന്നെ ഡൗൺലോഡ് ചെയ്ത് അതനുസരിച്ച് പഠിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, HTTPS-നെ എക്സ്പാൻഡ് ചെയ്യാനാണ്. ഓപ്ഷൻ എ ഹൈപ്പർ ടെസ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ സെക്യൂർ, ഓപ്ഷൻ ബി ഹൈപ്പർ ടെസ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ സൊസൈറ്റി, ഓപ്ഷൻ സി ഹൈപ്പർ ടെസ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ സെർവർ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ഏതായിരിക്കും വരിക ഇവിടെ ആൻസർ? HTTPS-ന്റെ ഫുൾ ഫോം എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ, ഹൈപ്പർ ടെസ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ സെക്യൂർ. HTTP ആയിരുന്നെങ്കിൽ ഹൈപ്പർ ടെസ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആയിരുന്നു. HTTPS എന്ന് പറയുമ്പോൾ ഹൈപ്പർ ടെസ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ സെക്യൂർ. അതായത് ഹൈപ്പർ ടെസ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോളിനെ HTTPനെ ഒരു സെക്യൂർ ആയിട്ടുള്ള ഒരു ഫോമിൽ നമുക്ക്, അതായത് കുറച്ചും കൂടി സെക്യൂരിറ്റി കൂട്ടി നല്ലൊരു ഫോമിൽ തരുന്നതാണ് HTTPS. അത് കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഫയലിനൊക്കെ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ഹൈപ്പർ ടെസ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ സെക്യൂർ ഉപയോഗിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ HTTPS-ന്റെ ഫുൾ ഫോം ഹൈപ്പർ ടെസ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ സെക്യൂർ എന്നാണ്. ഓക്കെ, 10 ക്വസ്റ്റ്യനും നന്നായിട്ട് തന്നിരുന്ന് നോക്കുക. അതുപോലെ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ വിട്ട് കളയരുത്. എന്താണ് കോപ്പറേറ്റീവ് ഓഡിറ്റും IT നോക്കിയിട്ട് തന്നെ പോകാട്ടോ. അപ്പോൾ ഈ JCയിൽ ഏതെങ്കിലും സബ്ജക്റ്റിന് മാത്രമായിട്ട് ഏതെങ്കിലും ടോപ്പിക്സ് മാത്രമായിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വേണം, ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മുടെ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻട്രിയിൽ കേരള ബാങ്കിൻ്റെയും അതുപോലെ JCAയുടെയും CSEBയുടെയും ക്ലാസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് റെക്കോർഡഡ് വീഡിയോസ് ഉണ്ടാവും, ലൈവ് സെഷൻസ് ഉണ്ടാവും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ഉണ്ടാവും, ഡൗട്ട് ക്ലിയറിംഗ് സെഷനും അതുപോലെ മെൻറ്ററുടെ 24 hours സപ്പോർട്ടും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ വേഗം തന്നെ നല്ലൊരു ജോലി കിട്ടാനായിട്ട് നന്നായിട്ട് പഠിക്കാനായിട്ട് എൻട്രിയിൽ ജോയിൻ ചെയ്യൂ. അതിനുവേണ്ടി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ. CSEB ടൈം ടേബിളിൻ്റെ കാര്യം പറഞ്ഞ് മറക്കണ്ട, താഴെയുണ്ട്. അപ്പോൾ വേഗം തന്നെ ഡൗൺലോഡ് ചെയ്യുക. ആൻഡ് ലൈക്ക്, ഷെയർ അവർ ചാനൽ, സബ്സ്ക്രൈബ് അവർ ചാനൽ. താങ്ക് യു.